കലോത്സവത്തിൽ സ്വയം പരിശീലനത്തിലൂടെ സംഘനൃത്തത്തിൽ മിന്നും വിജയം കരസ്ഥമാക്കി കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഹൈസ്കൂൾ വിഭാഗത്തിലാണ് എ ഗ്രേഡ് നേടി 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഞങ്ങളുടെ പ്രതിനിധി വിഭിഷ വനിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അറുപത്തിനാലാമത് ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവത്തിൽ സ്വയം പ്രയത്നത്തിലൂടെ സംഘനൃത്ത മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്തിയ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിമാനമായ ടീമാണ് നമ്മോടൊപ്പമുള്ളത്. നമുക്ക് അവരെ പരിചയപ്പെടാം. ആദ്യം തന്നെ കൂടുതൽ വിശദമായ കാര്യങ്ങൾ നമുക്ക് തുടർന്ന് ചോദിക്കാം. ആദ്യം തന്നെ തന്മയിലേക്ക് പോവുകയാണ്. തന്മയ, എങ്ങനെയുണ്ടായിരുന്നു? ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു? കോമ്പറ്റീഷൻ ടൈറ്റ് തന്നെയായിരുന്നു. നമ്മൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കയറുന്ന സമയത്ത്, പക്ഷേ കോൺഫിഡൻസോട് കൂടി കയറി നമ്മുടെ മാക്സിമം നമ്മളിവിടെ സ്റ്റേജിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതെ, ബാക്കിയുള്ളവരെയും നമ്മൾ പരിചയപ്പെടുന്നതാണ്. എന്താണ് മോളെ പേര്? എൻ്റെ പേര് ദീക്ഷ മുഷിലോട്ട്. എന്താണ് പേര്? എൻ്റെ പേര് ഖ്യാതി ശശിധരൻ. എൻ്റെ പേര് ശ്രീവേദ കെ വി. എൻ്റെ പേര് നൈനിക മനോജ്. എൻ്റെ പേര് നൈനിക മൂർത്തി. എൻ്റെ പേര് അമയ സോഗേഷ്. ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും നമ്മളെ ഇന്നലെ സ്റ്റേജ് മത്സരത്തിൽ നമ്മൾ സംഘനൃത്ത മത്സരം കണ്ടതാണ്. എല്ലാവരും കാണികൾക്ക് കൗതുകം പകർന്ന രീതിയിലായിരുന്നു ഇവരുടെ പ്രകടനം. ഇന്നിപ്പം പതുങ്ങിയ പോലെയാണ് ഇവര് സംസാരിക്കുന്നത്. പക്ഷെ ഇന്നലെ നൃത്തത്തിൽ ഇതൊന്നും ആയിരുന്നില്ല, വളരെ മനോഹരമായിരുന്നു. ഇവരുടെ പാരന്റ്സും അതുപോലെ തന്നെ ടീച്ചേഴ്സും കൂടെയുണ്ട്. നമുക്ക് അവരോടും കൂടെ ഒന്ന് ചോദിക്കാം. പാരന്റ്സിന് എന്താണ് പറയാനുള്ളത്? അഭിമാന നിമിഷമാണല്ലോ ഇത്. തീർച്ചയായിട്ടും വളരെ കുട്ടികൾ മാത്രം പരിശീലിച്ചുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ അവർ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അധ്യാപിക, ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നും കലാമത്സരങ്ങളിലാവട്ടെ കായിക മത്സരങ്ങളിലാവട്ടെ 1ാം സ്ഥാനത്ത് എല്ലാവർക്കും അഭിമാനമായ ഒരു സ്കൂൾ തന്നെയാണ് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടുത്തെ അധ്യാപികമാരും നമ്മോടൊപ്പമുണ്ട്. അവരോടും കൂടെ നമുക്ക് ചോദിക്കാം. സംഘനൃത്ത മത്സരത്തിൽ നമ്മുടെ കുട്ടികൾ അവർ തന്നെ സ്വയം പരിശീലിച്ച് 1ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് എ ഗ്രേഡോട് കൂടി. എന്താണ് മാം പറയാനുള്ളത്? തികച്ചും സ്കൂളിന് തന്നെ അഭിമാനമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുട്ടികൾ അവർക്ക് അവരുടെ ആഗ്രഹം നമ്മളോട് പറഞ്ഞപ്പോൾ സംഘനൃത്തത്തിൽ പങ്കെടുക്കണം എന്നുള്ളത് ടീച്ചേഴ്സും അതിലുപരി നമ്മുടെ പ്രിൻസിപ്പളും കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും പ്രോത്സാഹനവും നൽകി അവരൊരു പാട്ട് സെലക്ട് ചെയ്ത് നിരന്തരമായി അവരുടെ പ്രാക്ടീസിൻ്റെ റിസൾട്ടാണ് നമ്മൾ സംഘനൃത്ത വേദിയിൽ ഇന്നലെ കണ്ടത്. അതുകൊണ്ട് തികച്ചും അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എന്താണ് ടീച്ചറുടെ പേര്? രോഷ്നി. അപ്പം അധ്യാപികമാർ ഇവർക്കൊരു കരുത്ത് തന്നെയാണ്. നമ്മുടെ സ്കൂൾ തുറക്കുന്നത് മുതൽ ഇവർക്ക് പ്രാക്ടീസ് ആണ്. കലോത്സവത്തിന് 1ാം സ്ഥാനത്തെത്തണം, ഇവരെ എങ്ങനെയെങ്കിലും മുൻനിരയിൽ എത്തിക്കണം എന്നതാണ് നമ്മുടെ അമ്മമാരെ പോലെ തന്നെ അധ്യാപികമാരുടെയും ആഗ്രഹം. മറ്റൊരു ടീച്ചർ കൂടെ നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, എന്താണ് ഈ അഭിമാന നിമിഷത്തിൽ പറയാനുള്ളത്? അഭിമാനം തന്നെയാണ്. കുട്ടികൾ 7 കുട്ടികളും ഇങ്ങനെ നന്നായി സ്വയം പ്രയത്നത്തിലൂടെ നല്ല എ ഗ്രേഡോടുകൂടി ഫസ്റ്റ് എ ഗ്രേഡോടുകൂടി ജില്ലാതലത്തിലേക്ക് പങ്കെടുക്കാൻ കിട്ടിയത് നല്ലൊരു അഭിമാനം ഞങ്ങൾക്കും സ്കൂളിനും. കുട്ടികൾ തന്നെ പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അതെ അതെ. മറ്റൊരു രക്ഷിതാവും കൂടെ നമ്മോടൊപ്പമുണ്ട്. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. കാരണം തന്മയുടെ അമ്മയാണ്. അവൾ ഇൻഡിവിജ്വൽ ഐറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ജില്ലയിലേക്ക് സ്ഥാനം കിട്ടാത്തതിൽ വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഗ്രൂപ്പ് ഡാൻസിന് നന്നായി പരിശ്രമിച്ചു. അതിൽ കിട്ടിയതിൽ ഒരു പാരന്റ് എന്ന നിലയിലും ഒരു അധ്യാപിക കൂടിയാണ്. ഈ മക്കളെല്ലാവരും കളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. തന്മയാണല്ലേ ഈ ഒരു ഡാൻസിന് പ്രധാനമായിട്ടും ഒപ്പം നിന്നത്? അതെ അതെ. കാരണം ഈ ഒരു പെർമിഷൻ വാങ്ങിയതൊക്കെ തന്മയായിരുന്നു. കാരണം ഞാൻ അറിയില്ല, എല്ലാം കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലെ പറയുന്നത് ഇങ്ങനെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മേൽനോട്ടത്തിൽ പഠിക്കാനുണ്ടെന്ന്. അപ്പം എല്ലാം കൂടി ആവുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പറ്റും, അവളുടെ കോൺഫിഡൻസ് ആയിരുന്നു ഇത്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ട് നല്ല. അതും കൂടിയാണ് ഇത് വിജയത്തിൻ്റെ പിന്നിൽ. ഇനി അങ്ങോട്ടേക്ക് നല്ലൊരു വിജയത്തിൽ അവരെത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മാത്രമല്ല നമ്മുടെ പെൺപടയ്ക്കും അഭിമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുരുന്നുകളാണ് ഇവർ. എല്ലാവരും 8ാം ക്ലാസ് സ്റ്റുഡൻസ് ആണ്. അപ്പം ഇവർ ഈ ഒരു അഭിമാന നേട്ടം കൈവരിച്ചതിൽ അഭിമാനിക്കുന്നു. തന്മയോട് ഞാൻ കൂടുതൽ ചോദിക്കട്ടെ. എങ്ങനെയായിരുന്നു ഈ ഒരു ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്, കൂടുതൽ സ്ട്രിക്റ്റ് ഒന്നും പറ്റത്തില്ല അല്ലേ? ഇല്ല, അത് പറ്റത്തില്ല. നമ്മൾ നോർമലി നമ്മൾ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന പോലെ കേൾക്കണം എന്നല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച്
പഠിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിജയം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയത്. അതുകൊണ്ട് എൻ്റെ മാത്രം ഇതല്ല, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അതുപോലെ തന്നെ സ്കൂളിൻ്റെ സപ്പോർട്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ല. സിസ്റ്റർ ആണെങ്കിലും ടീച്ചർ ആണെങ്കിലും പാരൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും പോലും നല്ല സപ്പോർട്ടായിരുന്നു. അതേപോലെ തന്നെ എല്ലാവരും നല്ല അതിന് അനുസരിച്ചെല്ലാം കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്നു ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇനി മറ്റുള്ളവരിലേക്കും കൂടെ ഞാൻ പോവുകയാണ്. ചമയം അതുപോലെ തന്നെ വസ്ത്രങ്ങൾ അതൊക്കെ ഒരു വെറൈറ്റി ആയിരുന്നു. ആരുടെ സെലക്ഷൻ ആയിരുന്നു ഈ വസ്ത്രങ്ങളൊക്കെ? വസ്ത്രം ടീച്ചേഴ്സിൻ്റെ ആയിരുന്നു. എന്തായിരുന്നു നിങ്ങളുടെ തീം? എന്തായിരുന്നു? വിഷ്ണുമായ. ആ ഒരു നെറ്റിപ്പട്ടത്തിൻ്റെതാണോ? എനിക്ക് അത് പെട്ടെന്ന് നമുക്കൊന്ന് കാണുമ്പോൾ അതൊരു നെറ്റിപ്പട്ടം പോലെയാണ് തോന്നിയത്. എന്താണ് അത് തന്മയ? വിഷ്ണുമായ എന്ന് പറഞ്ഞാൽ ശിവപുത്രനാണ്. അപ്പോൾ ശിവന്റെ ചന്ദ്രകലയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വസ്ത്രം ആയിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ശിവന്റെയും പാർവതി കൂളിവാക എന്ന വേഷത്തിൽ വന്നുണ്ടായ ഒരു പുത്രനാണ് വിഷ്ണുമായ എന്ന് പറയുന്നത്. അപ്പം ശിവനും അതേപോലെ തന്നെ ശിവന്റെ ഒരു ഇത് വെച്ചിട്ടുള്ള കോസ്റ്റ്യൂമാണ് നമുക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെ നമ്മൾ ചെയ്ത കോസ്റ്റ്യൂം. ഇനി ജില്ലാതല മത്സരമാണ്. അതിനുള്ള പ്രയത്നങ്ങളൊക്കെ ഇന്ന് തന്നെ തുടങ്ങുക അല്ലേ? തുടങ്ങും. എന്താണ് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷയുണ്ട്. ഉറപ്പാണ്. നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യണം. ഞങ്ങളും ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ജില്ലാതലത്തിൽ പോയി സ്റ്റേറ്റ് ലെവൽ എത്തി നമുക്ക് ഇന്റർവ്യൂ തരണം ഇനിയും. ഓക്കെ, അപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാല് നമുക്ക് ഈ ഒരു അഭിമാന നേട്ടം കൈവരിക്കാൻ യാതൊരു പ്രശ്നവുമില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ പെൺകുരുന്നുകൾ. ടീച്ചർക്ക് എന്താണ് കൂടുതലായിട്ട് പറയാനുള്ളത്? ഈ ഒരു ഗ്രൂപ്പ് സംഘനൃത്ത മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്താൻ കുട്ടികളുടെ പെർഫോമൻസ് പോലെ തന്നെ പ്രധാനമാണ് അവരുടെ കോസ്റ്റ്യൂമും ഡ്രസ്സും. അതിന് നമ്മളെ സഹായിച്ചത് നമ്മുടെ പേരൻസ് ഒരാളായ നൈനികയുടെ അമ്മയായ നിതിന ടീച്ചറാണ് കോസ്റ്റ്യൂമിനും പ്രോപ്പർട്ടീസും മേക്കപ്പും എല്ലാം തന്നെ നമ്മുടെ ടീച്ചറിന്റെ സഹായം ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, സ്കൂളിന്റെ കൂട്ടായ പ്രവർത്തനമാണ് എന്ന് നമുക്ക് ഈ ഒരു വാക്കുകളിലൂടെ തന്നെ അറിയാൻ കഴിയുന്നു. നമ്മുടെ നൈനികയുടെ അമ്മയാണ് ഈ ചമയങ്ങളും കാര്യങ്ങളും ഒക്കെ ഏറ്റെടുത്ത് ചെയ്തത്. അതുപോലെ തന്നെ ഇനി ഇവർക്ക് ജില്ലാതല മത്സരങ്ങളാണ്. എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. നമ്മുടെ സിറ്റി ചാനലിന്റെ പേരിൽ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ജില്ലാതലത്തിൽ പോയി ഫസ്റ്റ് നേടുക, സ്റ്റേറ്റ് ലെവലിൽ പോയി ഫസ്റ്റ് നേടുക, നമ്മുടെ പെൺകരുത്ത് തെളിയിക്കുക. ഓക്കെ, നമുക്കൊരു ആഹ്ലാദ പ്രകടനത്തോടെ ഒരു എന്തെങ്കിലും റിസൾട്ട് പറയുമ്പോ എങ്ങനെയായിരുന്നു? നിങ്ങൾ അതേപോലെ ഞങ്ങൾക്കൊന്ന് കാണാൻ, ഞങ്ങൾ അവിടുന്ന് കണ്ടില്ല, അപ്പൊ ഞങ്ങൾക്കൊന്ന് കാണാൻ ഒരു ആഗ്രഹം. ജില്ലാതലത്തിൽ മത്സരത്തിലേക്ക് സെലക്ട് ചെയ്ത ടീം കോഡ് നമ്പർ 5. യെസ്, ഇതാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഞാൻ ഭാവുകങ്ങൾ നേരുകയാണ്.